ഈ മഴക്കാലം തുടങ്ങിയതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടുപ്പിച്ചൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോട്ടിലെ കുഴികളാണ്. അത്രമേൽ കുഴികളാണ് നമ്മുടെ ദേശീയപാതയിൽ ഈ മഴ ഉണ്ടായതിന് ശേഷം നമ്മുടെ റോട്ടിലുള്ളത്. നമ്മളൊരു ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നത്, ഞാനൊരു ശരാശരി ഒരു ദിവസം ഒരു 80 കിലോമീറ്ററെങ്കിലും ബൈക്കിൽ യാത്ര ചെയ്ത് ജോലിക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ആശങ്കയായിട്ട് തോന്നാറുണ്ട്. അത്ര കരുതലോടുകൂടി നമ്മളൊരു സ്കൂട്ടറിൽ പോകുന്നൊക്കെ ഒരു സാഹചര്യമാണ് പല സമയങ്ങളിലും ഉണ്ടാവാറുള്ളത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ റോട്ടിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഴി എവിടെ റോഡ് എവിടെ നമുക്ക് കാണാൻ പറ്റാത്ത സാഹചര്യം. നമ്മൾ ഈ ദേശീയപാത 966 നേരത്തെ 213 ഈ ദേശീയപാതയൊക്കെ റീടാറിങ് ചെയ്തിട്ട് ഒരു പുതിയ ഡ്രൈനേജ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തി റീടാറിങ് ചെയ്തിട്ട് പോലും 10 വർഷമായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും കണ്ടിട്ട് തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്തുകയൊക്കെ ചെയ്യാം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് അവസാനം ടാർ ചെയ്യുന്നൊരു സംഗതി എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷേ ഈ റോഡിലെ ഈ കുഴികൾക്കൊക്കെ പുറമെയാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുഴികൾ. ഈ കുഴികൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ച് പിന്നെ ഇവിടെ കേരള വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് ലൈൻ വർക്ക് നടക്കുന്നുണ്ട് എന്നൊരു ബോർഡ് വെച്ച് ഈ പണി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കേവലം ആ മണ്ണതിൻ്റെ മേലിട്ട് തൂർത്ത് പോകുന്ന ഒരു സാഹചര്യം അല്ലാതെ മറ്റൊരു പണിയും നടക്കാത്തൊരവസ്ഥയെ. ആ മണ്ണ് തൂർത്ത ഭാഗത്ത് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അത് മണ്ണ് താഴ്ന്നു പോകുന്നത് കുഴിയാവും. ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ടാർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ടാർ ചെയ്തിട്ട് വരുന്ന സമയം അതും പിന്നീട് താഴ്ന്നു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ കുഴികൾ റോഡിൻ്റെ സൈഡ് ഭാഗത്താണ്. ഞാനൊക്കെ ഈ പൈപ്പ് ലൈൻ്റെ പ്രവർത്തനങ്ങൾ വേണം, വാട്ടർ അതോറിറ്റി വേണം, എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ വേണം. ഈ വീഡിയോ ഒക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ആശങ്ക പറയുകയാണ്. പക്ഷേ എങ്കിൽ പോലും ചിലരൊക്കെ ഇവരെന്തൊരു വികസന വിരോധിയാണെന്നൊക്കെ ചിന്തിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഒരു വികസന വിരോധം അല്ലെങ്കിൽ വികസനത്തിന് എല്ലാ തരത്തിലുള്ള വികസനവും നമ്മുടെ നാട്ടിൽ വരണം. അതിൻ്റെയൊക്കെ പുറമെയാണ് മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത്. നമ്മളൊരു കുഴിയിൽ ഞാൻ തന്നെ 2 തവണ ഈ കുഴിയിൽ വീഴുന്നൊരു സാഹചര്യം എനിക്കുണ്ടായി. സുഹൃത്തുക്കളായ ഒരുപാട് പേര് അങ്ങനെ അനുഭവം പറഞ്ഞതിനുണ്ട്. നമ്മളിപ്പോൾ ഓരോ ദിവസവും യാത്ര ചെയ്യുമ്പോൾ ഇത് കാണുന്നതാണ്. ഓരോരുത്തർ കുഴിയിൽ വീണ് റോഡിൻ്റെ സൈഡ് വശം ചേർന്ന് ബൈക്ക് ഓടിക്കുന്നതിന് പകരം നടുവിലൂടെ ഓടിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ളൊരു സാഹചര്യം. കാരണം നടുവിലൂടെ ഓടിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ലോറിയും ബസ്സും ഒക്കെ പേടിച്ചാൽ മതി, എന്നാലും ഈ കുഴി പേടിക്കണ്ടല്ലോ. രാത്രി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പകൽ അത്ര പ്രശ്നമില്ല. പക്ഷേ രാത്രി മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കുഴി ഏതാണ്, ഈ കുഴിയുടെ ഒപ്പം നിൽക്കുന്ന വെള്ളം, കുഴിയും റോഡും ഒരുപോലെ വെള്ളം നിൽക്കുന്ന സാഹചര്യം വരുമ്പോൾ ഈ കുഴി നമ്മൾ കാണൂല. അത്ര ദയനീയമായ സാഹചര്യമാണ്. നമ്മളത് മനസ്സിലാക്കണം. ഞാനത് എപ്പോഴും ആലോചിച്ച് നോക്കുന്നൊരു സാധനം, നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മളതിന് ടാക്സ് അടക്കണം. ഏതൊരു സാധാരണ ഒരു മരുന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ടാക്സ് അടക്കണം. അതിനൊക്കെ നമ്മുടെ വീട്ടിനെ അറ്റാച്ച് ചെയ്തിട്ടൊരു ആസ്പെറ്റോ ഷീറ്റ് വരെ വലിച്ചു കെട്ടി, നമ്മളൊരു 4 തുണി ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു ആസ്പെറ്റോ ഷീറ്റ് വലിച്ചു കെട്ടിയാൽ അതിന് പോലും എന്തെങ്കിലും നികുതി ഏർപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കുന്ന ഒരു സംവിധാനമുള്ള നമ്മുടെ നാട്ടിൽ മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയുമില്ല. ഈ ഒരു ആശങ്ക ഒരു ദിവസം നമ്മൾ പോരുമ്പോൾ പല സമയത്ത് കുഴിയിലൊക്കെ വീകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്. അത് പറഞ്ഞു എന്നുള്ളൂ.